കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSSലെ ചാപ്റ്റർ 10 വരുന്ന സെക്ഷൻ 144 കുറിച്ചിട്ടാണ്. ഈ സെക്ഷൻ 144 എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ CRPCയിലുള്ള 125 സെയിം സാധനം, മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആക്ച്വലി ഇതിൻ്റെ പേര് മാത്രമാണ് മാറിയിട്ടുള്ളൂ, സെക്ഷനും മാറിയിട്ടുള്ളൂ. പക്ഷേ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സെക്ഷൻ 144 പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം സിമ്പിളായിട്ട്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞ ഫസ്റ്റത്തെ പോയിൻ്റ് ഇതാണ്. സെക്ഷൻ 144 ഓഫ് ദി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS. ഫസ്റ്റ് പോയിന്റ്, ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ്സ്, ചിൽഡ്രൻ ആൻഡ് പാരൻസ്. ഭാര്യയ്ക്കും കുട്ടികൾക്കും പാരൻസിനും ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണ് ഇതിൽ പറയണത്. ഫസ്റ്റ് പോയിന്റ്, ഇഫ് എനി പേഴ്സൺ ഹാവിങ് സഫിഷ്യൻറ്റ് മീൻസ് നെഗ്ലക്ട്സ് ഓർ റെഫ്യൂസസ് ടു മെയിൻറ്റെയിൻ. ഒരു പുരുഷൻ, ആ പുരുഷൻ എന്ന് പറയുന്നത്, ആ പുരുഷന് 3 സ്ഥാനങ്ങളാണുള്ളത്. ഭർത്താവിൻ്റെ സ്ഥാനമുണ്ട്, അച്ഛൻ്റെ സ്ഥാനമുണ്ട്, മകൻ്റെ സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഭർത്താവിൻ്റെ സ്ഥാനം വരുമ്പോഴാണ് ഭാര്യയ്ക്കുള്ള ചിലവ്, അച്ഛൻ്റെ സ്ഥാനം വരുമ്പോൾ മക്കൾക്കുള്ള ചിലവ്, മകൻ്റെ സ്ഥാനം വരുമ്പോൾ മാതാപിതാക്കൾക്കുള്ള ചിലവ്. അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുവാൻ റെഫ്യൂസസ് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ടു മെയിൻറ്റെയിൻ ആണെങ്കിൽ, അത് ഒന്നാമത്തെ പോയിൻ്റാണ്. ആർക്കൊക്കെയാണ് ഇത് ബാധകമായിട്ട് വരിക? ഹിസ് വൈഫ് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹെർ സെൽഫ്, അതായത് ഭാര്യയ്ക്ക് സ്വയം അവളെ സംരക്ഷിക്കുവാനോ അതിനുള്ള വരുമാനമില്ലെങ്കിൽ. ബി, ഹിസ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് മൈനർ ചൈൽഡ് വെദർ മാരീഡ് ഓർ നോട്ട് അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഇറ്റ് സെൽഫ്. അതായത് നിയമപരമായോ നിയമപരമല്ലാതെയോ അദ്ദേഹത്തിന് ജനിച്ചിട്ടുള്ള മൈനർ ചൈൽഡ്, മനസ്സിലായില്ലേ? കല്യാണം കഴിച്ചിട്ടോ കല്യാണം കഴിക്കാതെയോ ഉണ്ടായിട്ടുള്ള മൈനർ ചൈൽഡ്, അവർക്ക് സ്വയം വരുമാനമാർഗമില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഇനി അതിൽ സി പറയണം നോക്കാം. ഹിസ് ലെജിറ്റിമേറ്റ് ഓർ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് നോട്ട് ബീയിങ് എ മാരീഡ് ഡോട്ടർ ഹു ഹാസ് അറ്റൈൻഡ് മെജോറിറ്റി where such child is by reason of any physical or mental abnormality or injury unable to maintain itself. അതായത് നിയമപരമായോ അല്ലാതെയോ ജനിച്ചിട്ടുള്ള മകൾ, അവർ മെജോറിറ്റി ആകുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം? ചെലവിന് കൊടുക്കണം. എന്ന് മാത്രമല്ല, ബൈ റീസൺസ് ഓഫ് എനി ഫിസിക്കൽ ഓർ മെൻ്റൽ അബ്നോർമാലിറ്റി, അവർക്ക് ഫിസിക്കലായിട്ടോ മെൻ്റലായിട്ടോ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം മൂലം, ഇഞ്ചുറി മൂലം സ്വയം ചികിത്സിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. അപ് ടു മെജോറിറ്റി എന്നാണ് പറയണത്. ഇപ്പോൾ സെക്ഷൻ 144 മെജോറിറ്റി വരെയാണ് മകളെ സംരക്ഷിക്കാൻ പറയണത്. പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നുണ്ട്, അവൾക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം കേസായിട്ട് പോകും. ഇനി അതിൽ ഡി ഓപ്ഷൻ പറയണത്, ഹിസ് ഫാദർ ഓർ മദർ അൺഎബിൾ ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ഓർ ഹെർ സെൽഫ്. ഈ പുരുഷൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അവർക്ക് സ്വന്തമായി മെയിൻ്റനൻസ് അല്ലെങ്കിൽ വരുമാന മാർഗമില്ല, സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയും നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതിനുള്ള പൈസ നമ്മൾ കൊടുക്കണം. ഈ കൊടുക്കണം എന്ന് പറയുന്ന പൈസയുടെ കാര്യം ഭർത്താവിൻ്റെ വരുമാനത്തിൻ്റെ കടബാധ്യതകൾ കഴിഞ്ഞ് വരുന്ന സംഖ്യയുടെ 25% കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 3 കൂട്ടർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 3 കൂട്ടർക്കുമുള്ള പൈസ എന്ന് പറയുന്നത് 25% സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി CRPC 125 പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്
ഇതിലും ബേസിക്കായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. വേറെ സെൻറ്റൻസിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഹെഡിങ്ങിൽ മാത്രമാണ് ഒരു വേരിയേഷൻ വന്നിട്ടുള്ളത്. ഇനിയും ഇതിൽ ഒരുപാട് പോയിന്റുകൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.